ഈ സ്മോക്ക് ചെയ്യുന്നവരോട് നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിച്ചു തരത്തില്ല. കാര്യം അവർക്ക് തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ വർഷങ്ങൾ എടുക്കും. അവരിത് സ്വന്തമായിട്ട് ഞാൻ അഡിക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴോ അവർക്കിത് നിർത്താൻ പറ്റാത്ത രീതിയിൽ അവർ ഈ കുഴിക്കാത്ത വീണിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സിഗരറ്റ് വരെ നിർത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ഓരോ സിഗരറ്റ് വലിക്കുന്ന ആളാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളോട് നിങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും വേണ്ടപ്പെട്ടവർക്കാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കാണെങ്കിലും പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ആരിപ്പോ നിങ്ങളെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വലി നിർത്തണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ആര് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞിട്ടോ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് വലി നിർത്താൻ പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വലി നിർത്തണമെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് കാര്യം. ഈ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് മാനസികമായിട്ട് നിർത്തണമെന്നൊരു സംഭവം തലയിൽ നിങ്ങൾ കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. ഇങ്ങനൊരു ചിന്ത നിങ്ങൾ തലയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കാര്യം, ഒരു ക്വിറ്റ് ഡേറ്റ് സെറ്റ് ചെയ്യുക. ഇന്നാണ് നിങ്ങളിപ്പോ സ്വന്തമായിട്ട് മനസ്സിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചത് ഞാൻ വലി നിർത്താൻ പോവുകയാണ്. ആ സംഭവം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങളൊരു ക്വിറ്റ് ഡേറ്റ് സെറ്റ് ചെയ്യുക. ഞാൻ എന്ന് ക്വിറ്റ് ചെയ്യും, നാളെ മറ്റന്നാൾ, ഈ ഒരു ഡേറ്റ് നിങ്ങൾ എടുക്കുക. പക്ഷെ ആ ഡേറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ക്വിറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പിന്നീട് വലിക്കാൻ തോന്നും. അത് സ്വാഭാവികമാണ്. ഇത്രയും നാൾ വലിച്ചോണ്ടിരുന്ന ഒരാൾക്ക് ഒരു ദിവസം നിർത്തി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തി പോകാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് 3, 4, 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും വലിക്കാൻ നിങ്ങൾക്ക് തോന്നും. ഈ തോന്നുമ്പോഴൊക്കെ നിങ്ങൾ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുക. ആ കുറച്ച് സെക്കൻഡുകൾ തള്ളി നീക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. വലിക്കാൻ തോന്നുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. ആ ഒരു 10-15 സെക്കൻഡ് തള്ളി നീക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വലിക്കാൻ തോന്നത്തില്ല, ഉറപ്പാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും കടന്നു പൊയ്ക്കൊണ്ടിരുന്ന് ഒരു 20-30 ദിവസം കഴിയുമ്പോൾ ഈ ക്രേവിങ്സ് കുറഞ്ഞു വരും. പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ കുറയും. പിന്നെ കള്ളു കുടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കള്ളു കുടിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ബോധമില്ലാതെ ആയാൽ പോലും നിങ്ങളെ മനസ്സിൽ ഈ ഒരു ബോധം വേണം, ഞാൻ വലി നിർത്തിയിരിക്കുകയാണ്, ഞാൻ ഇനി വലിക്കത്തില്ല. നിങ്ങൾ വല്ലപ്പോഴും കള്ളു കുടിക്കുന്നതും തെറ്റാണ്, അത് ന്യായീകരിക്കാനല്ല. പക്ഷെ നിങ്ങൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ. അപ്പൊ നിങ്ങൾ കള്ളു കുടിക്കാൻ പോവാണെന്ന് വെച്ചോ, കള്ളു കുടിക്കുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക തലച്ചോറിനകത്ത്, നിങ്ങൾ വലിക്കൂല, ഞാൻ കള്ളു കുടിക്കാം വല്ലപ്പോഴൊക്കെ എന്നും പറഞ്ഞ് ഇത് നിർത്തിയിട്ട് ഫുൾ ടൈം കള്ളു കുടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് വലി നിർത്താൻ പറ്റും. വേറെ ആരെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ ഇതിൽ നിന്ന് കരകയറ്റാൻ പറ്റത്തുള്ളൂ. ഞാൻ സ്മോക്കിംഗ് കിറ്റ് എന്റെ 71ാമത്തെ ദിവസമാണിത്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നാളത്തെ വിശേഷം നാളെ പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്.